സാധാരണയായി മുതിർന്നവരിലാണ് നടുവേദന കണ്ടുവരാറുള്ളത്. ഓഫീസ് ജോലിയുടെ ഭാഗമായി ദീർഘനേരം ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായോ ആണ് നടുവേദന പൊതുവെ കണ്ടുവരാറുള്ളത്. എന്നാൽ അടുത്ത കാലത്തായി സ്കൂൾ കുട്ടികളും നടുവേദനയെക്കുറിച്ച് പരാതിപ്പെടുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നടുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തുന്ന കുട്ടികളുടെ എണ്ണം കൂടുകയാണെന്നും ഡോക്ടർമാർ പറയുന്നു. ദീർഘനേരം ഇരിക്കുന്നതും സ്കൂൾ ബാഗുകളുടെ ഭാരവും കൂടുതൽ സമയം ഫോണിലേക്കും ടാബിലേക്കും നോക്കിയിരിക്കുന്നതുമെല്ലാം കുട്ടികളുടെ നട്ടെല്ലുകളെ ബാധിക്കുന്നുണ്ട്. പുറംവേദന എടുക്കുന്നു അല്ലെങ്കിൽ നടുവേദന എടുക്കുന്നു എന്ന് കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ നിസ്സാരമായി കാണരുതെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളുടെ നടുവേദനയ്ക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് സ്കൂൾ ബാഗുകൾ തന്നെയാണ്. അമിതഭാരമുള്ള ബാഗുകളും ചുമലിലേറ്റിയാണ് കുട്ടികൾ സ്കൂളിലേക്ക് ദിവസവും പോകുന്നത്. ബാഗ് 2 തോളിലും ഇടണമെന്ന് പറഞ്ഞു കൊടുത്താലും പല കുട്ടികളും ഒരു തോളിൽ മാത്രമായിരിക്കും ബാഗ് ഇടാറുള്ളത്. ഇതുമൂലം നട്ടെല്ലിനും ചുറ്റുമുള്ള പേശികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു. സ്കൂൾ ബാഗിന്റെ ഭാരം കുട്ടികളുടെ ശരീരഭാരത്തേക്കാൾ 10 മുതൽ 15% വരെ കവിയാൻ പാടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ പല കുട്ടികളും ശരീരഭാരത്തേക്കാൾ കൂടുതൽ ഭാരം ചുമയ്ക്കുന്നുണ്ടെന്നതാണ് സത്യം. മറ്റൊരു കാരണം കുട്ടികളുടെ ഇരുത്തമാണ്. കുട്ടികൾ പലപ്പോഴും ശരിയായ രീതിയിൽ ഇരിക്കാറില്ല. പലരും കസേരയിൽ കുനിഞ്ഞാണ് ഇരിക്കാറുള്ളത്. എഴുതുമ്പോൾ മുന്നോട്ട് കുനിയുക, മൊബൈൽ ഫോണും ടാബ്ലറ്റും കാണാൻ കുനിഞ്ഞിരിക്കുക തുടങ്ങിയവയെല്ലാം ക്രമേണ നട്ടെല്ലിന് സമ്മർദ്ദം ചെലുത്തും. ദീർഘനേരം ഇത്തരത്തിൽ ഇരിക്കുന്നത് പേശികളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. കുട്ടികളിലെ നടുവേദനയ്ക്ക് മറ്റൊരു പ്രധാന കാരണം ഡിജിറ്റൽ ഉപകരണങ്ങളിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് തന്നെയാണ്. ദീർഘനേരം കുനിഞ്ഞിരുന്ന് മൊബൈൽ കാണുന്നത് കുട്ടികളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഏറ്റവും അപകടകരമായ ശീലങ്ങളിൽ ഒന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ സമീപകാല ഡാറ്റ പ്രകാരം 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ വെല്ലുവിളികളിൽ ഒന്നാണ് അമിതഭാരവും പൊണ്ണത്തടിയും. മുൻകാലങ്ങളിൽ കുട്ടികൾ പറമ്പിലും പാടത്തുമെല്ലാം ഓടിയും ചാടിയും കളിക്കുമായിരുന്നു. എന്നാൽ ഫ്ലാറ്റ് സംസ്കാരം വ്യാപകമായതോടെ കുട്ടികൾ വീടിനുള്ളിൽ തന്നെ ഒതുക്കപ്പെട്ടു. വീട്, സ്കൂള്, ട്യൂഷൻ ഇതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഫോണിലും ടിവിയിലും എന്ന നിലയിലേക്ക് കുട്ടികളുടെ ജീവിത രീതി മാറിക്കഴിഞ്ഞു. ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം വർദ്ധിച്ചതും കുട്ടികളിൽ പൊണ്ണത്തടിക്ക് കാരണമാവുകയും ചെയ്തു. ശാരീരികമായ പ്രവർത്തനങ്ങൾ കുറയുന്നത് പുറകിലെ പേശികളെ ദുർബലമാക്കുകയും കുട്ടികൾക്ക് പുറംവേദനയ്ക്കും നടുവേദനയ്ക്കും കാരണമാവുകയും ചെയ്യും. കുട്ടികൾ നടുവേദന എടുക്കുന്നുവെന്ന് പറയുന്നതോടൊപ്പം തന്നെ ചില ലക്ഷണങ്ങൾ അവരിൽ കണ്ടാൽ ശ്രദ്ധിക്കണമെന്നും ഡോക്ടർമാർ പറയുന്നു. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന നടുവേദന, രാത്രിയിൽ വേദന വല്ലാതെ കൂടുക, പനിയോടൊപ്പമുള്ള നടുവേദന, ഭാരം ക്രമേണ കുറഞ്ഞു വരിക, കാലുകളിൽ മരവിപ്പ്, ബലഹീനത, നടക്കാനോ നിവർന്നു നിൽക്കാനോ ബുദ്ധിമുട്ട്, ഇത്തരം പരാതികൾ കുട്ടി ഇടയ്ക്കിടെ പറയുകയും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും വേദന തടസ്സപ്പെടുത്തുകയും ചെയ്താൽ ഡോക്ടറെ കാണാൻ മടിക്കരുത്. കൂടാതെ നടുവേദന വരാതിരിക്കാൻ ആദ്യമേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. കുട്ടികളോട് എപ്പോഴും നിവർന്നിരിക്കാൻ പറയുക. പഠിക്കാനിരിക്കുമ്പോൾ 2 കാലുകളും തറയിൽ ഉറപ്പിച്ചു വയ്ക്കാനായി നിർദ്ദേശം നൽകുക. മൊബൈൽ നോക്കുമ്പോൾ കഴുത്ത് താഴേക്ക് വളയ്ക്കുന്നതിനു പകരം കണ്ണിന്റെ നിരപ്പിൽ സ്ക്രീനുകൾ വയ്ക്കുക. മണിക്കൂറുകളോളം തുടർച്ചയായി ഇരിക്കാൻ കുട്ടികളെ അനുവദിക്കരുത്. ഹോംവർക്കുകൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളോട് ഇടയ്ക്കിടയ്ക്ക് നടക്കാനായി പറയുക. കുട്ടികളെ ലഘു വ്യായാമങ്ങൾ പരിശീലിപ്പിക്കുക. നീന്തൽ, സൈക്ലിംഗ്, യോഗ തുടങ്ങിയവ പേശികളെ ശക്തിപ്പെടുത്തുന്ന വ്യായാമങ്ങളാണ്. ഇവയും പരിശീലിപ്പിക്കുക. കുട്ടികൾക്ക് ഉറങ്ങാൻ അനുയോജ്യമായ കിടക്കയും തലയിണയും നൽകുക. ശരിയായ ഉറക്കം നട്ടെല്ലിന്റെ ആരോഗ്യത്തിനും സഹായിക്കും. ഇക്കാര്യങ്ങൾ ശീലമാക്കിയാൽ നടുവേദന വരാതിരിക്കാൻ സഹായിക്കും. അതേസമയം സ്ഥിരമായി നടുവേദന വരിക, വേദന സഹിക്കാൻ പറ്റാതാവുക, അല്ലെങ്കിൽ മറ്റ് അസാധാരണമായ ലക്ഷണങ്ങളോടൊപ്പം വേദന വരിക എന്നിവയുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നട്ടെല്ലിലെ അണുബാധകൾ, നീർക്കെട്ട് മൂലമുണ്ടാകുന്ന തകരാറുകൾ, ഘടനാപരമായ പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടും കുട്ടികൾക്ക് വേദനകൾ വരാം. ചില കുട്ടികൾക്കാകട്ടെ പഠനത്തിലുള്ള സമ്മർദ്ദം, ഉത്കണ്ഠ, ഭയം എന്നിവയും നടുവേദന അടക്കമുള്ള ശാരീരിക അസ്വസ്ഥതകളായി കണ്ടുവരാറുണ്ട്. ഈ സാഹചര്യത്തിൽ കുട്ടികളുമായി മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്.